പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. സ്നേഹമായി കരുണയായി കടന്നു വന്നവനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അവനെ കരങ്ങളുയർത്തി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈശോയെ സ്തുതി. ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈശോയെ സ്തുതി. ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിൻ്റെ കരുണയുടെ തിരുമണിക്കൂറിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ പീഡാസഹനത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കേണ്ട ദിവസങ്ങളാണ്. നമ്മുടെ ധ്യാന വിഷയങ്ങളും പ്രാർത്ഥനയുമെല്ലാം ക്രൂശിതനോട് ഒപ്പമായിരിക്കണം. അവൻ കടന്നുപോയ വഴികൾ, അവൻ്റെ പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം, ഇവയൊക്കെ നമ്മുടെ രക്ഷയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശോ നമുക്ക് വേണ്ടി കുരിശിലേറിയത് നമ്മുടെ പാപപരിഹാരമായിട്ടായിരുന്നു. അന്ധകാരത്തിൽ നിന്ന്, അജ്ഞതയിൽ നിന്ന്, പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനായിട്ടായിരുന്നു. ഈ വലിയ ബോധ്യം ക്രൂശിതനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് വലിയ ബോധ്യവും ശക്തിയുമൊക്കെ നൽകും. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കടന്നുപോയ കുരിശിൻ്റെ വഴികളിലൂടെ അവൻ്റെ പീഡാസഹനങ്ങളെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സഹനങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും എല്ലാം ക്രൂശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ പീഡാസഹനത്തെ പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ അവൻ്റെ കുരിശിലെ മരണമെന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും ഹീനമായ ഒരു മരണമായിരുന്നു. രക്ഷകനായി കടന്നു വന്നവൻ ശിക്ഷിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. പാപികളായ നമുക്ക് വേണ്ടി അവൻ ആ ഹീനമായ കുരിശു മരണത്തെ ഏറ്റെടുക്കുന്നു. ഹീനമായ ആ മരണം, ആ കുരിശോട് ഈശോ ദിവ്യ രക്ഷകനായ അവൻ്റെ പൂമേനി തറയ്ക്കപ്പെട്ടപ്പോൾ ഹീനമായൊരു മരണം രക്ഷയായിട്ട് മാറുന്നു. അനുഗ്രഹത്തിൻ്റെ പാതയായിട്ട് ഈശോയുടെ പീഡാസഹനങ്ങളും മരണവുമെല്ലാം മാറുകയാണ്. അഭിഷേകത്തിൻ്റെ പുതിയ മാർഗങ്ങൾ പാപത്തിൽ പെട്ടുകിടന്ന മനുഷ്യർക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. ഈശോയുടെ പീഡാസഹനങ്ങളിൽ അധികവും നടന്നത് ഗത്സമനിലും ഗബാത്ത, ഗൊൽഗോഥ എന്നീ സ്ഥലങ്ങളിലുമായിരുന്നു. ഗത്സമിൻ എന്നതിനർത്ഥം എണ്ണച്ചക്ക് എന്നാണ്. എണ്ണച്ചക്കിലിട്ട് ആട്ടുന്നത് പോലെ പിശാച് അവനെ ഗത്സമനിൽ പീഡകൾ ഏൽപ്പിക്കുകയുണ്ടായി. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോടുകൂടെ ഈശോ പെസഹ ഭക്ഷിച്ചപ്പോൾ അവൻ അവരോട് പറയുകയുണ്ടായി, ഇതെൻ്റെ അന്ത്യ അത്താഴമാണ്. യഹൂദർ അവരുടെ പ്രമാണികളോടുകൂടെ വന്ന് എന്നെ ബന്ധിച്ചു കൊണ്ടുപോകുമെന്ന് അവൻ പറഞ്ഞിരുന്നു. നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്നും അവൻ അവരോട് പറഞ്ഞിരുന്നു. അത്താഴത്തിന് ശേഷം വളരെ സന്തോഷത്തോടെ സ്തോത്രഗീതമൊക്കെ പാടി ഈശോ ഗത്സമനിലേക്ക് കടന്നു വരികയാണ്. എന്നാൽ അവന് കഠിന പീഡനങ്ങൾ ഏൽപ്പിക്കുവാനായിട്ട് സാത്താൻ അവനെ എണ്ണ ചക്കിലിട്ടാട്ടുകയാണ്. തൻ്റെ ശിഷ്യന്മാരെ ഗത്സമന്റെ കവാടത്തെങ്കിൽ ഇരുത്തിയിട്ട് തൻ്റെ പ്രിയപ്പെട്ട ഉറ്റമിത്രങ്ങളായിരുന്ന പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരോടുകൂടെ ഈശോ ഗത്സമനിലേക്ക് പ്രവേശിക്കുന്നു.
അതീവ ദുഃഖത്താൽ സഹനത്തിൻ്റെ എണ്ണച്ചക്കിലിട്ട് ആട്ടപ്പെടുമ്പോൾ അവൻ അതികഠോരമായ വേദനകൾ ജീവിതത്തിലും ശരീരത്തിലും മനസ്സിലുമെല്ലാം ഏറ്റെടുക്കുന്നു. എല്ലാം അറിയുന്നവൻ, സ്തോത്രഗീതം പാടി വന്നവൻ പെട്ടെന്ന് ഗത്സമനിലേക്ക് കടന്നപ്പോൾ അതികഠോരമായ വേദനകൾ അനുഭവിക്കുന്നു. ദുഃഖിക്കാനും വ്യാകുലപ്പെടുവാനുമായിട്ട് അവൻ തുടങ്ങുന്നു. കഠോരമായ വേദന ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ ഉറ്റമിത്രങ്ങളോട് അവൻ പറയുന്നൊരു കാര്യമുണ്ട്: എൻ്റെ ഉള്ളം മരണവേദനയാൽ അതീവ ദുഃഖിതമായിരിക്കുന്നു എന്ന്. നിങ്ങൾ ഉണർന്നിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീനെന്ന് പറഞ്ഞിട്ട് ഈശോ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് അതീവ ദുഃഖത്തിനും വേദനയ്ക്കുമൊക്കെ അവൻ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ അവൻ ഭയചകിതനായി മാറുകയാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്: അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികളായിട്ട് ഇറ്റിറ്റു വീണുകൊണ്ടിരുന്നുവെന്ന്. ഗത്സമനിൽ അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് അതികഠോരമായ വേദനകൾ അവൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് സാത്താൻ അവനെ പിഴിഞ്ഞ് രക്തമൂറ്റുകയായിരുന്നു. തൻ്റെ ഉറ്റമിത്രങ്ങളിൽ നിന്നൊരൽപ്പം മുന്നോട്ടു നീങ്ങി കമഴ്ന്നു വീണ് ഈശോ പ്രാർത്ഥിക്കുകയാണ്: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ജീവിതാനുഭവങ്ങളില് രക്തം പൊടിയുന്ന കൈപ്പേറിയ ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ടാവാം. കുടിച്ചിട്ടും തീരാത്ത പാനപാത്രങ്ങൾ ഒരുപാട് നമ്മൾ ജീവിതത്തിൽ ചെറുപ്പം മുതൽ ഇന്നുവരെ പാനം ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. ഈ പാനപാത്രം മാറ്റിത്തരുവാന് പലപ്പോഴും നമ്മൾ കർത്താവിൻ്റെ പാദാന്തികത്തിൽ കെട്ടി വീണ് കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. ഇങ്ങനെയുള്ളവർക്കെല്ലാം കർത്താവിൻ്റെ പീഡാസഹനത്തിലൂടെ അവൻ നൽകുന്ന ഒരു വലിയ പ്രത്യാശയുണ്ട്. നീ കടന്നു പോകുന്ന കഠിന യാതനകളെല്ലാം നിനക്ക് മുമ്പേ അനുഭവിച്ചവനാണ് കർത്താവ്. അതുകൊണ്ടാണ് ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15-ാം വചനം ഇപ്രകാരം നമ്മളോട് പറയുന്നത്: നമ്മുടെ ബലഹീനതയിൽ നമ്മോട് സഹതപിക്കുവാൻ ശക്തിയുള്ളവനാണ് നമ്മുടെ ദൈവമെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ മരക്കുരിശിൻ്റെ ഒരു വശത്ത് നാം ക്രൂശിക്കപ്പെടുമ്പോൾ ഓർക്കുക, ആ മരക്കുരിശിൻ്റെ മറുവശത്ത് കർത്താവ് നമുക്ക് വേണ്ടി നമ്മോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ഗത്സമൻ തോട്ട അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, വേദനകളും മുറിവുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരുമ്പോൾ ഒരു കാര്യം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കണം. അതായത് ഈ ഗത്സമൻ അനുഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. എന്നാൽ ദൈവഹിതമനുസരിച്ച് ക്രൂശിതനോടൊപ്പം മുന്നോട്ട് പോകുവാനുള്ള വലിയ ദൈവവിളിയുടെ ആരംഭമാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ ഗത്സമൻ അനുഭവങ്ങളും. പ്രിയമുള്ളവരെ, കർത്താവ് ഗത്സമനിൽ അനുഭവിച്ച ആ പീഡാസഹനങ്ങളോട് ചേർത്ത് വയ്ക്കാം നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങളും പീഡകളും വിഷമതകളും ബുദ്ധിമുട്ടുകളും ബലഹീനതകളും കുറവുകളുമെല്ലാം. കർത്താവ് രക്തം വിയർത്ത് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ക്രൂശിതനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം: കർത്താവേ, സഹനങ്ങളുടെ ഈ വിളി ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നിന്നെ വിട്ടുപോകാതെ നിന്നോട് ചേർന്ന് വിരിക്കുവാനുള്ള ശക്തി എനിക്ക് നിന്റെ വിശുദ്ധ കുരിശിൽ നിന്ന് പകർന്നു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുടെ ഈ തിരുമണിക്കൂറില് കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട്, കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സഹനങ്ങളെല്ലാം കർത്താവിനോട് ചേർന്നിരിക്കുവാനുള്ള വലിയ വിളിയാണെന്ന ബോധ്യം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ ജീവിതത്തിലെ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ആ കുരിശുകളിൽ നമ്മൾ
ക്രൂശിലേറ്റപ്പെടുമ്പോൾ ആ മരക്കുരിശിൻ്റെ മറുവശത്ത് ക്രൂശിതനുണ്ട് എന്ന വലിയ ബോധ്യത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. ഈ സമയം ഓൺലൈനിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് സ്നേഹത്തിന് വേണ്ടി കർത്താവിൻ്റെ തിരുമുമ്പിൽ ആയിരിക്കുന്ന സകലരെയും നമുക്ക് ഈശോയ്ക്ക് ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, നിൻ്റെ പീഡാസഹനങ്ങളോട് ഞങ്ങൾ അവരുടെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും സങ്കടങ്ങളുമെല്ലാം ചേർത്ത് വയ്ക്കുകയാണ്. ഈശോയെ, ക്രൂശിതനായ കർത്താവെ, ജീവിതത്തിലെ മരക്കുരിശിൻ്റെ മറുവശത്ത് ഞങ്ങൾക്ക് വേണ്ടി ജീവയാഗം ചെയ്തവനുണ്ട് എന്ന വലിയ ബോധ്യത്തിൽ ഞങ്ങളെല്ലാവരും നിന്നെ സ്നേഹിക്കുവാനും നിന്നെ മനസ്സിലാക്കി നിന്റെ കുരിശിനോട് ഞങ്ങളുടെ ജീവിതം ചേർത്ത് വയ്ക്കുവാനുമുള്ള ശക്തി ഈശോയെ നിമിഷങ്ങളിൽ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. കർത്താവേ, ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് നിന്റെ പീഡാസഹനങ്ങളെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ജീവിതത്തിൽ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും കുറവുകളുമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് സന്തോഷത്തോടെ, സംതൃപ്തിയോടെ, ആനന്ദത്തോടെ നിന്നെ അനുഗമിക്കുവാനുള്ള ശക്തി ഞങ്ങൾ കൈവരിക്കുമാറാകട്ടെ. നമ്മെയും നമ്മായിരിക്കുന്ന അവസ്ഥയും ഈശോയ്ക്ക് ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് ഈ സമാപന ആശീർവാദം സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന, എന്നുമെന്നും അങ്ങേക്ക് ആരാധന, എന്നുമെന്നും